ഹോസ് റീൽസ് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിയൂട്ടിയെ പോലെയുള്ള ഒരു പ്രദേശമാണ് ഹോസ് റീൽസ്. അവിടേക്ക് പോകാനായിട്ടുള്ള ഒരു മെയിൻ എൻട്രൻസ് കവാടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 വലിയ ഫില്ലറുകളാൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള വലിയൊരു കവാടം റോഡിന് കുറുകെ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ്. ടൂറിസത്തിന് വലിയൊരു പ്രൊമോഷൻ ആന്ധ്രാപ്രദേശിൽ കൊടുക്കുന്നില്ല എന്ന് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന ഗേറ്റാണ് ഹോസ് റീൽസ് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ടുള്ളൊരു മെയിൻ കവാടമായിട്ട് കിട്ടിയത്. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവിടെയൊക്കെ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചിട്ടാകാം യാത്ര എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ മാലിക്കിനെ പാർക്കിംഗ് ചെയ്തു. കടയിൽ പോയപ്പോൾ അവിടെ ഒരു ഫാമിലി നടത്തുന്ന കടയാണ്. ഞങ്ങളൊരു ദോശയും പറഞ്ഞ് ടേബിളിലേക്ക് ഞങ്ങളിരുന്നു. പിന്നീട് ആവി പറത്തിക്കൊണ്ട് മൂപ്പര് ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വീടും ഇതിനകത്ത് തന്നെയാണ് എന്ന് തോന്നിപ്പോകും. TV കാര്യങ്ങൾ പാത്രങ്ങളെല്ലാം തന്നെ ഇതിനകത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി കിടന്നിറങ്ങാനുള്ള ഒരു സജ്ജീകരണം എന്നുള്ള രൂപത്തിലായിരിക്കാം ഇവരിതിനെ കാണുന്നത്. ടേബിളിൽ ഇതുപോലത്തെ ഒരു പാത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ സാമ്പാറും ഒരു പാത്രത്തിൽ ചട്നിയുമാണ്. ചട്നി ഉണ്ടാക്കുന്ന രൂപം വ്യത്യസ്തമാണ്. പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അത്യാവശ്യം മുളകും അരച്ചിട്ടാണ് ഇവർ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുക. എരിവ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ള മുട്ടദോശ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. മുട്ടദോശ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാ ദോശയുടെ മേലെ മുട്ട പൊട്ടിച്ച് പാരുക, പിന്നീട് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ വിതറിയിട്ട് കുറച്ച് എരിവ് സ്പൈസി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്.